ദോശമാവ് മാത്രം വിറ്റ് എത്ര രൂപ ഉണ്ടാക്കാം? 100, 200, 500, പക്ഷെ 4000 കോടി വരെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? അങ്ങനെ പക്ഷെ ഒരാളുണ്ടാക്കിയിട്ടുണ്ട്. PC മുസ്തഫ. ID Fresh ആണ് പുള്ളി തുടങ്ങിയ ബ്രാൻഡ്. പക്ഷെ ഒരു വയനാടുകാരൻ ഹൗ കുഡ് ഹി ബിൽഡ് ആൻ എംപയർ ഔട്ട് ഓഫ് ദോശ ബാറ്റർ അല്ലെങ്കിൽ ഇഡ്ഡലി മാവ് കൊണ്ട് പുള്ളി എങ്ങനെ ഉണ്ടാക്കി? അതൊരു എക്സൈറ്റിംഗ് സ്റ്റോറിയാണ്. പുള്ളി വയനാടാണ് ജനിച്ചത്. പുള്ളിയുടെ ആദ്യത്തെ സാലറി 10 രൂപയായിരുന്നു. വെറും 10 രൂപ. 10 രൂപയെന്ന് തുടങ്ങിയപ്പോഴേ പുള്ളിക്ക് അറിയാം അതൊരു തോട്ടത്തിലായിരുന്നു പുള്ളി ആദ്യമായിട്ട് വർക്ക് ചെയ്ത്. പക്ഷെ 10 രൂപ തുടങ്ങിയപ്പോഴേ പുള്ളിക്ക് അറിയായിരുന്നു ജീവിക്കുകയാണെങ്കിൽ പൈസ വേണം. അങ്ങനെയാണ് പുള്ളി ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പുള്ളി ആദ്യം കോർപ്പറേറ്റ് ജോലിയായിരുന്നു പുള്ളിക്ക്. ആ കോർപ്പറേറ്റ് ജോലിയിൽ നിൽക്കുമ്പോൾ ഫസ്റ്റ് സാലറി 14,000 രൂപയായിരുന്നു. അവിടുന്ന് പിന്നെ പുള്ളി വേറെ ഒരുപാട് ജോലികളിലേക്ക് പോയി. ലാസ്റ്റ് കോർപ്പറേറ്റ് ജോലി പുള്ളി എന്താ പറയുക, പേപ്പർ ഇട്ട് ഇറങ്ങി വരുമ്പോൾ 3 lakhs വരെ ഡ്രോ ചെയ്തുകൊണ്ടിരുന്ന ഒരു എംപ്ലോയി ആയിരുന്നു. അവിടെ നിന്നാണ് പുള്ളി എംപയർ ബിൽഡ് ചെയ്തത്. ഇതാദ്യം അവരൊരു കിരാന ഷോപ്പായിരുന്നു. ഒരു കസിൻസ് ഒരു 4 പേര് കൂടി ഒരു കിരാന ഷോപ്പായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഈ ദോശ ബാറ്ററി വരും. കാരണം ബാംഗ്ലൂരുള്ളവർക്ക് അറിയാം ഈ ദോശ ബാറ്ററി വലിയൊരു പരിപാടി അവിടെ. പക്ഷെ ക്വാളിറ്റി ദോശ ബാറ്റേഴ്സ് എല്ലാം വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് അവർ ആലോചിച്ചത്, കാരണം പണ്ട് അരിപ്പൊടി ഗോതമ്പൊടി വരെ മില്ലിൽ പോയി പൊടിപ്പിക്കണമായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ദോശ ബാറ്റർ എന്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ആക്കിക്കൂടാന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരത് തുടങ്ങണമെങ്കിൽ അതിലൊരു മെഷീനറി ഉണ്ടേ. കാരണം ദോശമാവെന്ന് പറയുമ്പോൾ എപ്പോഴും ഹാൻഡ്സ് കൂടുതൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷെ ജർമ്മനിയിൽ പോയാലാണ് ഇതിൻ്റെ മെഷീനറീസ് കിട്ടുള്ളൂ. പക്ഷെ ജർമ്മൻകാർ ദോശ കഴിക്കില്ല നമ്മളെ പോലെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെഷീനറി ഉണ്ടായില്ല. പക്ഷെ ടർമറിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു മെഷീൻ ജർമ്മനിയിൽ നിന്ന് എത്തിച്ച് അതിൽ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഡിസൈൻ മാറ്റിയിട്ടാണ് ഇവർ ഫസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ID Fresh എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അതിൻ്റെ ഫാൻസ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇന്നോവേഷൻ ആണ് ID Fresh. അതിനവരെ ഏറ്റവും കൂടുതൽ നമ്മുടെ വടയില്ലേ, വടയിൽ ഏറ്റവും പാടാണ് ഈ തോളയിടല്. അതല്ല, വടയിൽ ഇങ്ങനെ ഊട്ട വരാൻ കുറച്ച് പാടാ. അതിനവർ കൊണ്ടുവന്നാണ് എർഗണോമിക്സ് ഉള്ളൊരു സാധനം. അപ്പോൾ ഞാനിവിടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ പ്രൊഡക്റ്റാണ് അവർ ആദ്യം ഡിസൈൻ ചെയ്തത്. കാരണം ഇതിന് നോക്കിക്കഴിഞ്ഞാണ് ഈ കറക്റ്റ് ഇതിൻ്റെ ഈ നോസിൽ വരും. ഈ നോസിലിൽ നിന്ന് ഈ എർഗണോമിക്സ് ഉണ്ടാവും. അപ്പോൾ ഈ എർഗണോമിക്സിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പുഷ് ചെയ്യുക, വട കറക്റ്റായിട്ട് വിത്ത് എ ഹോൾ. ഡു നോട്ട് മെസ് അപ്പ് യുവർ കിച്ചൺ ഫോർ മേക്കിംഗ് എ വട. അതായിരുന്നു പുള്ളി അന്ന് ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു. പിന്നെ ഈ വട അവൾ തന്നെ ഇന്ന് പല വെർട്ടിക്കൽസ് ഉണ്ട് ID Freshന്. അവരുടെ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ബിസിനസ്സിൻ്റെ ടൈമിൽ അവർക്ക് എംപ്ലോയീസിന് വരെ സാലറി കൊടുക്കാൻ പറ്റാത്ത ടൈമിൽ താജ് ഹോട്ടൽ അവർക്കൊരു വലിയ ഓഫർ ഉണ്ട്. 4 crores ഓഫറായിരുന്നു അത്. പക്ഷേ ഇവരത് സൈൻ ചെയ്തില്ല. കാരണം ഇവരുടെ പ്രൊഡക്റ്റ് ഒരു ബാർ സ്നാക്ക് ആക്കാനായിരുന്നു താജ് ഹോട്ടൽസിൻ്റെ പ്ലാൻ. അത് അവരുടെ വാല്യൂസ് ആയിട്ട് പോകാത്തതുകൊണ്ട് അവരത് റിജക്ട് ചെയ്ത് കളയത്. ഇത്രയുള്ളൂ. ഇതൊരു ഹസ്ലറിൻ്റെ സ്റ്റോറി ആയിരുന്നു. PC മുസ്തഫ പറഞ്ഞൊരു കോട്ട് തന്നെ വെച്ചിട്ട് നമുക്കിത് എൻഡ് ചെയ്യാം. കാരണം once you taste success gives you confidence and confidence gives you more success. വരാൻ പോട്ടെ, എനിക്ക് ജോഗിയാമോ? കിട്ടില്ല മട